വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു ആഡ് ഷൂട്ട് ഉണ്ട്, സോ ഇറ്റ്സ് എ ഗെറ്റ് റെഡി വിത്ത് മീ. ഏതോ ഒരു ആഡിന്റെ വനദേവതയാവാൻ പോവാണ്. ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഞാനിന്ന് ദേവിയാണെന്ന്. ഞാനിന്ന് ദേവിയാവാൻ പോവാണ് ഗൈസ്. കാട്ടുദേവി, വനദേവത. അതന്നെ കാട്ടുദേവി. ഇതാണ് ഞങ്ങളുടെ സാരി. ഇത് അമ്മയുടെ സാരി, അമ്മയുടെ ബ്ലൗസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഗൈസ് മൂസി ഇവിടെ പ്ലീറ്റ് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെന്നാണ് യൂട്യൂബിലെ ചേച്ചി പറഞ്ഞത്. കണ്ടറിയാം ഗൈസ്. ഏതെങ്കിലൊക്കെ ആക്കും. ദേവി ഫ്രം മീഷോ എന്ന് കമന്റും വരും. മൂസില്ലാതെ നമുക്ക് എന്താ ആഘോഷം. രാവിലെ ഉറങ്ങിക്കിടന്നവളെ തട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് സാരി ആദ്യമേ ഞങ്ങളങ്ങ് പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഉടുക്കാൻ കുറച്ച് ഈസിയർ ആയിരിക്കുമല്ലോ. പണ്ടില്ല സ്വാതന്ത്ര്യദിനത്തിന് ഭാരതാംബയാവാൻ ഒരുങ്ങുന്ന ഒരു ഫീൽ. ഞാനായിരുന്നു സ്കൂളിൽ എന്നും ഭാരതാംബ. എന്തുകൊണ്ടാണ് മുടിയുള്ളതുകൊണ്ട് മാത്രം. മുടി കാണട്ടെ, മുടി കണ്ടിട്ടാ വേറെ. ലക്ഷ്മി ചേച്ചി രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദിലക് ജി മാർട്ടിന്റെ ഒരു ആഡ് ഉണ്ട്, അതിൽ ഞാനിന്ന് വനദേവതയാണെന്ന്. റെഡ് സാരി ആയിരുന്നു പ്രിഫർ ചെയ്തെങ്കിലും റെഡ് കിട്ടാത്തത് കൊണ്ട് അമ്മയുടെ ഒരു ഗ്രീൻ സാരി വെച്ചിട്ടാണ് സ്റ്റൈൽ. രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് ഷൂട്ട് മഴ കാരണം കുറെ അധികം നീണ്ടുപോയി. അതുകൊണ്ട് റെഡി ആവാൻ കുറെ സമയം കിട്ടി. ദേവിയായിട്ട് എങ്ങനെ ഒരുങ്ങേണ്ടതെന്ന് അറിയത്തില്ല. ഒരു ഊഹം വെച്ച് ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നിനക്ക് ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? ഇത് ഇങ്ങനെയൊക്കെയാണോ? ആദ്യം സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. ഒരു ഊഹം വെച്ചിട്ട് സാരി ഇങ്ങനെ പ്രീ പ്ലീറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. അവൾക്കും വലിയ ഐഡിയ ഇല്ല ഇത് ചെയ്യാൻ. ദേവി ലുക്ക് ചെയ്യാൻ ഒരു റെഫറൻസിന് വേണ്ടി കൈലാസനാഥനിലെയൊക്കെ ദേവിമാരുടെ ലുക്കൊക്കെ എടുത്ത് നോക്കിയെങ്കിലും ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ദേവി ആവാൻ തീരുമാനിച്ചു. ദേവി ഫ്രം മീഷോ എന്ന് കമന്റ് വരുമെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മേ ബി വരുമായിരിക്കും. അങ്ങനെ വിജയകരമായി സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേവിയല്ലേ, കണ്ണൊക്കെ നല്ല വലുതായിട്ട് എഴുതി ഐബ്രോസ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത പരിപാടിയാണ് കണ്ണെഴുതാൻ. അറിയാൻ വയ്യാത്ത പരിപാടി ഞാനിവിടെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ മസ്കാരയാണ്. ഞാൻ ഡെയിലി ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളായിട്ട് കൂടി എനിക്കത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ണെഴുതാത്ത ഞാൻ കണ്ണെഴുതുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫൈനലി സാരി ഉടുത്തു ഗൈസ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓർണമെന്റ്സ് ഈ സാരിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാന്ന് വെച്ചു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതുകൊണ്ട് ബാക്കി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് മൂസിയുടെ വീട്ടിൽ പോയി. ബാക്കി പരിപാടിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഹെയർ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ കെട്ടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഓക്കെ ആണോ എന്ന് അറിയത്തില്ല. ലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചിട്ട് ഒരു കൺഫർമേഷൻ വാങ്ങിയിട്ട് ചെയ്യാൻ. ഭാഗ്യത്തിന് അമ്മയുടെ ബ്ലൗസ് എനിക്ക് പാകമായിരുന്നു. അതുകൊണ്ട് വേറെ ബ്ലൗസ് അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല. ഹെയർ ഞാൻ ബാക്കിലേക്ക് എടുത്ത് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ. ദേവിക്ക് പകരം മൂദേവി ആയി പോകുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. ഈ ആക്സസറീസ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ റെഫറൻസ് വെച്ചിരുന്ന ഫോട്ടോയിൽ ദേവിയെ പോലെ ഞാൻ ആയില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. അത് പിന്നെ എങ്ങനെ ആവാനാണ്? മേക്കപ്പ് ചെയ്യാൻ അറിയാമെങ്കിലല്ലേ അങ്ങനെയുള്ള ദേവി ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ഒത്ത് ഞാൻ അങ്ങ് സമാധാനം. ഒരാൾ കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ വേറൊരാൾ ബാക്കിൽ നിന്ന് ചിപ്സ് തിന്നുന്നു. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പോർഷൻ ആകുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ അപ്പോഴേക്ക് ചെന്നാൽ മതി. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ദേവിയായിട്ടൊക്കെ ഒരുങ്ങുന്നത്. പണ്ടപ്പോഴും സ്കൂളിൽ പഠിച്ചപ്പോൾ ഭാരതാംബയായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഈ ചെക്കൻ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ഇട്ട് കാറിലൊക്കെ കാവാണെന്നുള്ള പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പാവം മമ്മി ഉറക്കണീറ്റപ്പോൾ കണ്ടത് സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുന്ന എന്നെയാണ്. ഞെട്ടിന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പുറപ്പെടുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്പോട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ ലക്ഷ്മി ചേച്ചി നല്ല ശകുന്തളയായിട്ടൊക്കെ ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചിയുടെ കണ്ണിൽ ചേച്ചി ലെൻസ് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ലെൻസ് വെക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഷീ വാസ് ലുക്കിംഗ് സോ പ്രിട്ടി. പിന്നെ സഞ്ജു ചേട്ടൻ എനിക്കൊരു കിരീടമൊക്കെ തന്നു. വനദേവതയ്ക്ക് കിരീടം ഉണ്ടത്രേ. സോ അത് നിഖിലേട്ടൻ അവിടെ വീണ്ടും മഴ ആയതുകൊണ്ട് വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. മഴ തോർന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാം. പക്ഷെ അപ്പോഴത്തേക്ക് ലൈറ്റ് പോകുന്നുള്ള ടെൻഷനിലാണ് എല്ലാവരും. കിട്ടിയ സമയം കൊണ്ട് ഞാൻ ദേവിയായിട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയത് എന്താണെന്നോ, ഞാൻ ദേവിയായിട്ട് ഒരുങ്ങിയതിൽ എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അക്കുവായിരുന്നു. എന്നെ ദേവിയായിട്ട് കാണാൻ അവനെനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇവൻ എന്നെ കളിയാക്കുവാണോ അതോ കാര്യമായിട്ടാക്കുവാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കിരീടമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. മഴയൊക്കെ ഏകദേശം തോർന്നു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഞാൻ വനദേവതയാണ്, പക്ഷെ ഞാൻ വനത്തിലുള്ള ഒരു പുഴയിൽ നിൽക്കുന്ന പുഴദേവത കൂടിയാണ്. സോ വനദേവത കം പുഴദേവത. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഇതിനു മുമ്പ് എന്നെ സഞ്ജു ലക്ഷ്മി വീഡിയോസിൽ കണ്ടിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ടിന് വരുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കരയിൽ നിന്ന് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേ കണ്ടില്ലേ ഡയലോഗ് ഒക്കെ പറഞ്ഞിരുന്ന ലക്ഷ്മി ചേച്ചി. ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ പറയുന്ന ഡയലോഗ്സും അതിൻ്റെ എക്സ്പ്രഷൻസും എല്ലാം ചേച്ചി ഒരു തവണ എന്നെ ആക്ട് ചെയ്ത് കാണിച്ചു. അതിനുശേഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. മഴ ആയതുകൊണ്ട് തന്നെ തോട്ടിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. തോട് ഒട്ടും അങ്ങോട്ട് സഹകരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഷൂട്ട് ഞങ്ങൾ സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാനായിരുന്നു ലാസ്റ്റ് പോർഷൻ അഭിനയിക്കേണ്ടത്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.